ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വീട് നിർമ്മാണത്തിനായി വെച്ചിരുന്ന 1 ലക്ഷം രൂപ മോഷ്ടിച്ച വണ്ടിപ്പെരിയാറിലെ കുപ്രസിദ്ധ മോഷ്ടാവ് മഹേന്ദ്രനെ തെളിവെടുപ്പിനായി പോലീസ് വണ്ടിപ്പെരിയാറിലെത്തിച്ചു. കുമളി ചോറ്റുപാറയിൽ വിവാഹ ആവശ്യത്തിന് വെച്ചിരുന്ന സ്വർണവും പണവും മോഷ്ടിച്ച കേസിലാണ് പ്രതി പിടിയിലാകുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ജനുവരി 7-ാം തീയതിയാണ് വണ്ടിപ്പെരിയാർ 57-ാം മൈലിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയായ കാളിദാസിന്റെ വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപ മോഷണം പോകുന്നത്. തുടർന്ന് കാളിദാസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് കുമളി ചോറ്റുപാറയിൽ നിന്നും വിവാഹ ആവശ്യത്തിന് വെച്ചിരുന്ന 6 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും മോഷണം പോകുന്നത്. ഈ കേസിൽ കുമളി പോലീസ് വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശിയായ മഹേന്ദ്രനെ പിടികൂടി. ആ കേസിൽ പിടിച്ചതോടുകൂടിയാണ് വണ്ടിപ്പെരിയാറിലെ കേസിലും പ്രതി മഹേന്ദ്രൻ തന്നെയാണെന്ന് സമ്മതിക്കുന്നത്. ഇതേ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും തെളിവെടുപ്പിനായി 57-ാം മൈലിലെ കാളിദാസിന്റെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസിൽ മഹേന്ദ്രൻ മൊഴി നൽകിയിരിക്കുന്നത് ഇങ്ങനെ: മോഷണം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് കാളിദാസിന്റെ വീടിന്റെ താഴെയുള്ള പുതുതായി നിർമ്മാണം ആരംഭിച്ച വീട്ടിൽ ജോലിക്ക് വന്നിരുന്നു. ഈ സമയം കുടിവെള്ളം, മറ്റ് ആവശ്യങ്ങൾക്ക് കാളിദാസിന്റെ വീട്ടിലാണ് മഹേന്ദ്രൻ എത്തിയിരുന്നത്. അങ്ങനെ ഇവിടെ എപ്പോഴൊക്കെ ആളുണ്ടാവുമെന്ന് മനസ്സിലാക്കി. ഈ അവസരത്തിൽ കാളിദാസിന്റെ ഓട്ടോറിക്ഷയിൽ മഹേന്ദ്രൻ വണ്ടിപ്പെരിയാറിലേക്ക് യാത്ര നടത്തി. ഈ യാത്രക്കിടെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ കാളിദാസ് വീട് നിർമ്മാണത്തിന് ആവശ്യമായ കുറച്ച് തുക വീട്ടിൽ കരുതിയിട്ടുള്ളതായി ഫോണിൽ ആരെയോ വിളിച്ചു പറയുന്നത് മഹേന്ദ്രൻ കേൾക്കാനിടയാകുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ മഹേന്ദ്രൻ കാളിദാസിന്റെ വീട്ടിലെത്തി. ആദ്യം അടുക്കള വാതിലിലെ ജനൽ പൊളിച്ച് അകത്ത് കയറാനുള്ള ശ്രമം നടത്തി. ഇത് പരാജയപ്പെട്ടതിനെ തുടർന്ന് വീടിന് സൈഡിൽ തന്നെ വെച്ചിരുന്ന ഏണിയെടുത്ത് വീടിന് പുറകിൽ കൊണ്ടുപോയി ചാരുകയും അതിലൂടെ കയറി ആസ്പെറ്റോസ് ഷീറ്റ് പൊട്ടിച്ച് വീടിനുള്ളിൽ ഇറങ്ങുകയും ചെയ്തു. തുടർന്ന് അലമാരിക്കുള്ളിൽ നിന്നും പണവുമായി കടന്നു കളയുകയായിരുന്നു. പിന്നീട് മഹേന്ദ്രൻ കീരിക്കരയിലെ വീട്ടിലേക്ക് പോവുകയും 2 ദിവസത്തിന് ശേഷം വണ്ടിപ്പെരിയാറിലെ ഒരു മൊബൈൽ വ്യാപാര സ്ഥാപനത്തിലെത്തി മൊബൈൽ വാങ്ങുന്നതിന് 19,000 രൂപ നൽകുകയും ചെയ്തു. ബാക്കി തുക പിന്നീട് നൽകാമെന്ന് പറയുകയും മുഴുവൻ തുകയും നൽകിയതിനു ശേഷം മൊബൈൽ തന്നാൽ മതിയെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ബാക്കി പണവുമായി പിന്നീട് മഹേന്ദ്രൻ മൊബൈൽ ഷോപ്പിൽ വന്നതുമില്ല. അങ്ങനെ മൊബൈൽ വാങ്ങാനെത്തിയ കടയിലും മഹേന്ദ്രനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം മഹേന്ദ്രനെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്യും. MMJ പ്ലാന്റേഷന്റെ വണ്ടിപ്പെരിയാറിലെ അയ്യപ്പൻ കോവിൽ ഡിവിഷനിലെ എസ്റ്റേറ്റ് സൂപ്പർവൈസറുടെ വീട് കുത്തി തുറന്ന സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണ് ഈ മോഷണങ്ങൾ നടന്നിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മഹേന്ദ്രനുമായി തെളിവെടുപ്പിന് വണ്ടിപ്പെരിയാറിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.